ഹലോ ഗായ്സ്, എല്ലാവർക്കും എ ഗെയിമിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡായിട്ടാണ് വന്നത്. നമ്മളപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞാൽ ഒരു വീടിൻ്റെ പണി തുടങ്ങി വെച്ചിട്ട് ഇനി എന്ത് ലാഗാ ഗൈസ്, എന്താ ചെയ്യുക? നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു PC ഞങ്ങളെ പൈസ ഒക്കെ തെറ്റാൻ പറ്റും. പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് അടിച്ച് പൊളിക്കും. ഓക്കെ, ഇതാണിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണ വീടിൻ്റെ ഫ്രെയിം വരുന്നത്. അത്യാവശ്യം വലിപ്പമുണ്ട്. ഞാൻ വിചാരിക്കും 2 അടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കയറി ചെല്ലും, ഇവിടെ സ്റ്റാർ കേസ് ഇങ്ങോട്ട് മുകളിൽ കയറും. അതാണ് ഞാൻ വിചാരിക്കുന്നത്. സ്പൂസിന് ഞാൻ കുറേ തപ്പി, പക്ഷേ സ്പൂസ് ഇവിടെ ഇല്ല. ഞാൻ ചങ്ക് വയസ്സ് വരെ എടുത്ത് ഒരു സ്ഥലം വരെ പോയി, പക്ഷെ അവിടെ ഐസ് മാത്രമേ ഉള്ളൂ. അവിടെ സ്പൂസൊന്നും ഞാൻ കണ്ടില്ല. എന്നിട്ട് എങ്ങനെയൊക്കെ തിരിച്ച് വിടത്തി. എന്നിട്ട് ഇപ്പോൾ ഈ വീടിൻ്റെ പണിയെടുക്കുന്നു. അപ്പം ഇനി എന്തായാലും ഇത് ഫുള്ളാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ച് നേരത്തെ പരിപാടിയുള്ളൂ, പെട്ടെന്ന് തീർക്കും. കാരണം എനിക്ക് ഇതുവരെയായിട്ട് പക്ഷേ 2 അട്ടീൻ്റെ ഇവിടെ നിന്നില്ലേ ഇങ്ങോട്ടുള്ള ബ്ലോക്ക് എന്താ ഉപയോഗിക്കാൻ മനസ്സിലാവില്ല. ഒരു വൈറ്റ് തീം കൊണ്ട് എടുക്കണോ അതോ ബ്ലാക്ക്, എന്താ കളറൊന്നും മനസ്സിലാവില്ല. അല്ലേ സാധാരണ ട്യൂട്ടോറിയലൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും ആൾ വീടുണ്ടാക്കണമൊക്കെ നോക്കിയിട്ട് അതിന് ഉണ്ടാക്കൽ. പക്ഷേ ട്യൂട്ടോറിയലൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കും എന്നുള്ളതിൽ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതാണ്. പക്ഷെ ഇവിടെ മുകളിലേക്ക് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഒരു ബുദ്ധി വരണേ, ഈ സാധനമില്ലേ ഇത് സ്ട്രിപ്പ് ചെയ്ത് കണ്ട് മുകളിലേക്ക് വെച്ചാലോ എന്ന് വിചാരിക്കേണ്ടത്. പിന്നെ ഇത് ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. എന്തായാലും ഇവിടെയൊക്കെ മറ്റേതാ വരുന്നത്, ഏത് സ്റ്റോണിൻ്റെ ബ്രിക്സ് ഇല്ലേ, അതൊക്കെയാണ് ഇവിടെ. ഇവിടുത്തെ താഴത്തെ വാൾസിന് മൊത്തം സ്റ്റോൺ ബ്രിക്സ്. മുകളിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരും. അത് ഞാൻ എന്ത് ചെയ്യുന്നതാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ പണിയൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും ഒരു ഐഡിയ എന്തായാലും വരാണ്ടിരിക്കില്ല, നല്ലതായൊരു ബുദ്ധി വരും. ഇപ്പം നമ്മളെ സ്റ്റോൺ ഇപ്പോൾ എത്ര 2 സ്റ്റാക്ക് സ്റ്റോൺ അങ്ങനെയായി. മറ്റേതാ ഫർണസ് വെച്ച് മറ്റേതാ 2 സ്റ്റാക്ക് സ്റ്റോണിനെ ഇവിടെ വെച്ചാൽ എത്ര സ്റ്റാക്ക്? 2 സ്റ്റാക്കിനല്ലേ ഉണ്ടാവുള്ളൂ. നീ മണ്ടന. ഓക്കെ, എന്തായാലും ഞാൻ പണി കൊടുക്കട്ടെ. ബാക്കി മോളെ ഇളുമ്പോൾ എന്തായാലും ആലോചിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വീട്. നിൽക്കണ നിപ്പ് കണ്ടോ? ഇതാണ് നമ്മുടെ വീട്. വലിയ വീടെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു വീടാണ്. വലിയ കുഴപ്പമില്ല. പിന്നെ ടെക്സ്ചർ പാക്ക് ഇട്ടേക്ക് വലിയ രസമൊന്നുമില്ല. ഒഴിവാക്കണം, വെറുതെ ലാഗ് അടിപ്പിക്കണം. എന്തിനാ അതെടുത്ത് ഒഴിവാക്കണം. പിന്നെ അതാ ഇൻറ്റീരിയർ ഞാനൊരു തേങ്ങ ചെയ്തില്ല. കുറേ പ്ലാൻ ഉണ്ട് മനസ്സിൽ, ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. 2 നിലയാണ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ മാത്രമേ ഉള്ളൂ ഇല്ലാത്ത. എന്തായാലും ഇപ്പം നൈറ്റാവുന്നു, ഞാൻ പോയി കിടന്നുറങ്ങണമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ പൂവും ഇലയും പറയും ഒക്കെ എടുത്ത് വെച്ചിട്ട്, പിന്നെ അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ നമുക്ക് ഭാവിയിൽ ഏതെങ്കിലും കുതിരേനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടിടാം. അങ്ങനെ ഒരു സ്റ്റേബിൾ പോലെ ഉണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കിയാൽ ഒരു ലാൻഡേൺ. അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. മോബ്സൊക്കെ ഇപ്പോൾ സ്പോണാവും. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, എന്നിട്ടാക്കാം നമുക്ക് ബാക്കി പരിപാടികൾ. നമ്മൾ ഈ വേൾഡ് കളിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 27 ദിവസമായി നമ്മൾ ഈ വേൾഡ് കളിക്കാൻ തുടങ്ങിയിട്ട്. 27 ദിവസത്തിൽ ഒരു വീടായത്. അടുത്ത എപ്പിസോഡിൽ എന്ത് ചെയ്യുന്ന ആരുടെയാണ്? ഒരു സോംബി അതാ വരുന്ന നമ്മളെ കയ്യിൽ. പിന്നെ ഈ ഷീൽഡ് ഒന്നുള്ളതുകൊണ്ട് ഒരു സോംബിനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ കുറേ കുഴിയൊക്കെ ഉണ്ട്, ഇതൊക്കെ അടച്ചിടണം. ഞാൻ ഒരു പ്രാവശ്യം അതിൻ്റെ അകത്ത് വീണിക്ക് വെറുതെ നടന്നു പോകുമ്പോഴൊക്കെ. എന്താ കുഴികളൊക്കെ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യും. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഡയമണ്ട് കിട്ടി. ഒരു പിക്കാക്സും ഉണ്ടാക്കി, 3 ഡയമണ്ട് ബാക്കിയുണ്ട്. അതിന് കുറച്ച് ഒഫ്സൈഡ് എടുത്തിട്ട് എൻചാൻറ്റ്മെൻറ്റ് ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് ഈ പിക്കാക്സിനെ നമുക്ക് ഫോർച്യൂൺ ആക്കണം.
ഇപ്പം എന്തിനാ ഞാൻ കൈ പിടിച്ചെടുക്കണേ? വീട്ടിനെന്താ കുഴപ്പമുണ്ടോ? ഇതൊന്ന് 1 to 10 വരെ ഒന്ന് റേറ്റ് ചെയ്യും. എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചില്ലേ മുകളിലേക്ക് ചെയ്ത് ബ്ലോക്ക് ഇടണമെന്ന്. അത് പിന്നെ ഞാൻ ഇങ്ങനെ കേവിലേക്ക് ഇറങ്ങിയപ്പോൾ ഡയറൈറ്റ് കണ്ട്. അങ്ങനെ അവിടെ ഡയറൈറ്റ് എടുത്തിട്ട് വലിയ സീനൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തൊരു ലാഗാ. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒന്നും നടക്കൂല. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ആ പൈസയ്ക്ക് വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ. ഈ ഫോണല്ലേ ഒന്ന് മാറ്റണം. എന്തെങ്കിലും ഒന്ന് ഈ അടുത്തന്നെ ചെയ്യണം. അല്ലാണ്ട് ഈ വീഡിയോയുടെ ഒന്നും നടക്കൂല. ഈ വേൾഡ് വേറെ ഇടയിലേക്കെങ്കിലും ഇമ്പോർട്ട് ചെയ്തേക്കണം. അല്ലെങ്കിൽ ഈ വേൾഡും പോവും. പിന്നെ വരും അടുത്ത ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട്. എന്താ ചെയ്യുക? ഡയറൈറ്റ് വലിയ കുഴപ്പമില്ല. പിന്നെ ഇലയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഡയറൈറ്റിൻ്റെ ആ ഒരു വൃത്തിയോടെ അറിയില്ല. ഞാൻ പിന്നെ ഇതില്ലേ ലോഗ് സ്ട്രിപ്പ് ചെയ്യണോ വിചാരിച്ചിട്ടുണ്ട്. സ്ട്രിപ്പ് ചെയ്ത രസമുണ്ടാകുമോ? അതുകൂടി കമൻറ്റ് ചെയ്യും. സ്ട്രിപ്പ് ചെയ്താൽ രസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് നമുക്ക് സ്ട്രിപ്പ് ചെയ്താൽ മതി. ഇനി ഇൻറ്റീരിയറിൽ ഇവിടെ ഞാൻ 4-5 ചെസ്റ്റ് അടിക്കി വെക്കും. ഇൻറ്റീരിയറിൽ നടുക്കൊരു മരത്തിൻ്റെ ഫില്ലറും വെക്കും. പിന്നെ പിന്നെ ഇവിടേക്ക് താഴത്തേക്ക് നമ്മൾ സ്റ്റോറേജ് റൂം സെറ്റാക്കും. ഒരു 10-50 ചെസ്റ്റൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് സെറ്റാക്കും അവിടെ. പിന്നെ ഈ ഏരിയയിലൊക്കെ അതിൻ്റെ വർക്ക് സ്റ്റേഷൻസ് ഇല്ലേ, വർക്ക് സ്റ്റേഷൻസ് കൊണ്ടുപോയി വെക്കും ഇവിടെ. എനിക്ക് ആവശ്യമുള്ള വർക്ക് സ്റ്റേഷൻസ് മൊത്തം ഈ സൈഡിൽ, ഇപ്പുറത്തും ഇപ്പുറത്തും. പിന്നെ ബ്രൂയിങ് സ്റ്റാൻഡ് ഇവിടെ എവിടെയൊന്ന് സെറ്റാക്കണം. സ്ഥലം കിട്ടിയാൽ സെറ്റാക്കും, ഇല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സെറ്റാക്കും. അല്ല നമുക്ക് മുകളിൽ സെറ്റാക്കിയാലോ? നല്ല ബുദ്ധിയായിരിക്കും. ബ്രൂയിങ് സ്റ്റാൻഡൊക്കെ മുകളിൽ സെറ്റാക്കിയാൽ. പിന്നെ ഇവിടെ ഞാൻ 2 പാർട്ടീഷൻ ആക്കിയാലോ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഒരു മതിലിവിടെ കെട്ടിയിട്ട് ഒരു ബെഡ്റൂമും ബാക്കി റൂം എനിക്ക് ബാക്കി കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ 2 റൂം ആക്കിയാലോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ ബാൽക്കണി. ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി കാണാൻ രസമാണ്. ഇവിടെ പുറത്തേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം, ഭാവിയിലല്ലേ. ഇവിടെ പാർട്ടീഷൻ വെക്കണോ അതോ ഇപ്പുറത്തെ സൈഡ് പാർട്ടീഷൻ വെക്കണോ? ഇവിടെ പാർട്ടീഷൻ വെക്കുന്നതിന് എനിക്ക് അത്ര താല്പര്യമില്ല. മറ്റൊരുത്ത് വെച്ചാൽ നമുക്ക് ബാൽക്കണി അടക്കം അടിപൊളിയൊരു വ്യൂ ഒക്കെ ആയിട്ട് കിടലൊരു സംഭവം കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ നമ്മൾ എൻചാൻറ്റ്മെൻറ്റ് ടേബിൾ ഉണ്ടാക്കും. ഇപ്പുറത്ത് പാർട്ടീഷൻ വെക്കും. ഇവിടെ നമ്മൾ എൻചാൻറ്റ്മെൻറ്റ് ടേബിൾ ഉണ്ടാക്കും, എന്നിട്ട് ഇപ്പുറത്ത് പാർട്ടീഷൻ വെക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് എൻ്റെ ബെഡ്റൂം ഉണ്ടാക്കും. രാവിലെ നിൽക്കുക, ബാൽക്കണി കൂടെ ഇറങ്ങുക, മൂത്രമൊഴിക്കുക. ഓക്കെ. എന്നിട്ട് ഇവിടെ എൻചാൻറ്റ്മെൻറ്റ് ടേബിൾ, ബ്രൂയിങ് സ്റ്റാൻഡ് ഒക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി സൈഡാക്കാം. ഓക്കെ, കിടിലൻ പ്ലാൻ. അപ്പം അതൊക്കെ സെറ്റാക്കുക. അതെന്തായാലും ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. മറ്റേ പാർട്ടീഷൻ ചെയ്യണം. എൻചാൻറ്റ്മെൻറ്റ് ടേബിൾ അടുത്ത എപ്പിസോഡ് ചെയ്യാം. എന്തായാലും ഈ വീഡിയോ എത്തുള്ളൂ. ഇവിടെ വൈൻഡപ്പ് ചെയ്യണു. ബൈ ബൈ, ടാറ്റ. സബ്സ്ക്രൈബ്.